ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മളുടെ ബീഹാറിലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില പ്രോ കോൺഗ്രസ് അനലിസ്റ്റ് അല്ലെങ്കിൽ പ്രോ ഇപ്പുറത്തെ NDA അനലിസ്റ്റൊക്കെ പ്രവചിച്ചതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഇനിയും പ്രത്യേകിച്ചും ആകപ്പാടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് ഭരണമില്ല. പാൻ ഇന്ത്യ ബേസിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ മിസറബിൾ ആണ്, വളരെ പോറാണ്. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിന് ഒരു രീതിയിലുള്ള മുന്നേറ്റവും പാൻ ഇന്ത്യ ബേസിൽ കോൺഗ്രസിന് നൽകാൻ സാധിക്കുന്നില്ല. ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞു. BJPയും നിതീഷ് കുമാറും ഇലക്ഷനിൽ സീറ്റുകൾ തൂത്തുവാരി അവർ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പുമായിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ തകർന്നടിഞ്ഞ് തരിപ്പണമായി. കാര്യമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് പോലും കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ബ്രീഫായിട്ടുള്ളൊരു അനാലിസിസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്രാവശ്യവും ബീഹാർ നഷ്ടമായത് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ചെറിയ അവലോകനം, ഒരു 4-5 പോയിന്റ്സിൻ്റെ അനാലിസിസ് ആണ്. ശരിയാകാം, തെറ്റാകാം. അത് നമുക്കത് ഈ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് വിശദീകരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം എല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ വിഷയമാണ്. ഓരോ ടൈമിലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള അപ്രമാദിത്വം ലഭിക്കും. അത് സംസ്ഥാന തലത്തിലായാലും രാജ്യ തലത്തിലായാലും ഒക്കെ തന്നെ. 47 മുതൽ കോൺഗ്രസ് ഇന്ത്യയെ ഒത്തിരി നാൾ ഭരിച്ചിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന ഹിസ്റ്ററിയാണ്. BJPയുടെ മോഡി വന്നതിന് ശേഷം BJPയുടെ എന്താണ് പറയുന്നത്, ഒരു സുപ്രമസിയും ഒക്കെ തന്നെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കാര്യമായിട്ടുള്ള എന്താണ് പറയുന്നത്, ഒരു പുരോഗതി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലെല്ലാം, ഹിന്ദി ബെൽറ്റിലെല്ലാം BJPയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. അവർക്കവിടെ പല സംസ്ഥാനങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഭരണവും ഡോമിനൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിലെ ഇന്റേണൽ സ്ട്രൈഫ്, അതായത് ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ വീക്ക് ഓർഗനൈസേഷൻ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ 5 കാരണം പറയാൻ പറ്റുന്നത്. ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളല്ല, പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ, അവരൊക്കെ തന്നെ വളരെ ഒത്തിരിയധികം കഠിന പ്രയത്നം ചെയ്തെങ്കിലും ആ കഠിന പ്രയത്നത്തിന് ഒരു ഫലമുണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ബീഹാർ ഇലക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടേഴ്സ് കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും തഴഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് തെളിവായി കഴിഞ്ഞു. കാരണം ജനങ്ങളുടെ ഒരു ട്രസ്റ്റ് നേടിയെടുക്കാൻ ഇപ്രാവശ്യവും കോൺഗ്രസിന് ബീഹാറിൽ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ഈ തുടരെ ഉണ്ടായിരുന്ന തോൽവിയുടെ കൂടെ ഒരു തോൽവിയും കൂടെ കൂട്ടിച്ചേർക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നാണ് നമുക്കിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലെ പ്രധാന പ്രശ്നങ്ങൾ എന്നല്ല 5 പ്രൈമറി റീസൺസ് ആണ് പറയുന്നത്. ഒരു അനാലിസിസിൻ്റെ ബേസിലാണ്. അതായത് നമ്മൾ പറഞ്ഞു കോൺഗ്രസിന് ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രൈഫ് ഉണ്ട്, എന്ന് വെച്ചാൽ ആഭ്യന്തരമായിട്ടുള്ള എന്താണ് ടഗ് ഓഫ് വാർ, വടംവലികൾ ഇഷ്ടം പോലെ ഉണ്ട്. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെയും ഓർഗനൈസ്ഡ് അല്ല. പല സംസ്ഥാനങ്ങളിലും ഓർഗനൈസേഷൻ വീക്കാണ്. കാരണം BJPയെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള കേഡർ പാർട്ടി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കോൺഗ്രസിന് ഒരിക്കലും വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ സെറ്റപ്പ് കോൺഗ്രസിനില്ല എന്നുള്ളത് അവരെ വേട്ടയാടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവരുടെ ഗ്രാൻഡ് അലയൻസ് ഉണ്ടല്ലോ, ആ ഗ്രാൻഡ് അലയൻസിനകത്ത് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ അതൃപ്തികൾ ഒത്തിരി ഉണ്ട് അവരുടെ ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന ഗ്രാൻഡ് അലയൻസിനകത്ത് തന്നെ. അപ്പം അത് കോൺഗ്രസിൻ്റെ ഈ ബീഹാറിലുള്ള കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വർക്കിംഗ് സ്റ്റൈല്, അതായത് കൃഷ്ണ അലാവരു എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലൊക്കെ ഒത്തിരി അതൃപ്തിയുണ്ട് കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ അവരുടെ സഖ്യത്തിനകത്തിലൊക്കെ തന്നെ. ഈ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ സീറ്റ് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഈ പൾസ് അറിയാനും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ഈ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് തെളിയിച്ച ഒരു ഇലക്ഷനാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. അത് RJD കോൺഗ്രസ് റിലേഷൻഷിപ്പിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള റിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ കടുത്ത അതിർത്തികൾ
ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സീറ്റ് വേണമെന്നും ഒക്കെ ആർ ജെ ഡി, കാരണം ആർ ജെ ഡിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ്സിന് സീറ്റ് വേണമെന്നൊക്കെയുള്ള ഒരു ക്ലെയിം അല്ലെങ്കിൽ അവകാശവാദം അല്ലെങ്കിൽ ഒരു ദുർവാശി പിടിവാശിയൊക്കെ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ തന്നെ അത് സീറ്റ് വേണമെന്ന് അവകാശപ്പെട്ടിടത്തൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഓർഗനൈസേഷണൽ സെറ്റപ്പോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ബലവോ നെറ്റ്വർക്കോ ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടി പല ഇടങ്ങളിലും സീറ്റ് വേണമെന്നുള്ള ഒരു പിടിവാശി ആർ ജെ ഡിയുമായിട്ടുള്ള ഒരു എന്താ പറയുക അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു ഇലക്ഷന് കോൺഗ്രസിന്റെ പതനത്തിനും അല്ലെങ്കിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ പരാജയത്തിനൊക്കെ കാരണമായി എന്നാണ് നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് എപ്പോഴും ഒരു ബർഡനായിട്ട് മാറി എന്നുള്ളതാണ് ആർ ജെ ഡി പൊതുവെ പറയുന്നത്. കോൺഗ്രസിന് കാര്യമായിട്ട് വോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയോജനം കോൺഗ്രസിനെ കൊണ്ടില്ല എന്നാണ് ആർ ജെ ഡിയിലുള്ള പൊതുവെ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അതിലുപരി ഈ പറഞ്ഞ അലയൻസിന്റെ ഒരു യൂണിറ്റിയെ തകർക്കുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. കാരണം ഈ പറഞ്ഞ സീറ്റ് വിഭജനത്തിലും അതുപോലെ തന്നെ സീറ്റ് സെലക്ഷനിലും ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ തന്നെയുള്ള പല കാരണങ്ങളാൽ ആർ ജെ ഡിക്കകത്തിൽ ഒത്തിരി അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അലയൻസിന് വലിയ സ്ട്രെങ്ത് ഒന്നും ഇല്ലായിരുന്നു, ഒരു തട്ടിക്കൂട്ട് അലയൻസ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനകത്തിലെ ലീഡേഴ്സിന് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒത്തിരി ഗിമിക്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ ഒത്തിരി ഗിമിക്സ് ഒക്കെ പുറമെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് അവർ ഒത്തിരി അകൽച്ചയുണ്ട്, ഒരു ഡിസ്കണക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പിന് ഈ ലോക്കൽ ഡൈനാമിക്സുമായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഒട്ടും തന്നെ ബന്ധമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത്. അതായത് ബീഹാറിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചുവടുവെപ്പുകൾ നടത്തുവാൻ കോൺഗ്രസിന്റെ ടോപ്പ് ലീഡേഴ്സിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരൊക്കെയാണല്ലോ ഈ എന്താ പറയുക ക്യാമ്പയിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കുന്നതെന്നല്ലേ. ഒത്തിരി റാലീസൊക്കെ അവർ നയിച്ചെങ്കിൽ തന്നെയും അവർ കൂടുതലും മോഡി ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മോഡി ഗവൺമെന്റിനെ കൂടുതൽ വിമർശിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലോക്കൽ ഇഷ്യൂസിനെ പാടെ മറന്നുകൊണ്ട്, അതായത് ബീഹാറിന്റെ ലോക്കലായിട്ടുള്ള ഇഷ്യൂസിനെ പാടെ അവഗണിച്ചുകൊണ്ട് നാഷണൽ ഇഷ്യൂസിനെ കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ മോഡി ഗവൺമെന്റിനെ കൂടുതലൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനൊക്കെ ആയിരുന്നു കൂടുതലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഒരു ക്യാമ്പയിൻ സ്റ്റൈൽ എന്നല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ബീഹാറിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഒരു അകന്നുമാറി നീ നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡാണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഇതൊക്കെ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു നിസ്സാര കാര്യമല്ല, നമുക്കറിയാം ഇല്ലേ. പ്രത്യേകിച്ച് ഇപ്പം ലോക്സഭ ഇലക്ഷൻ ആയാലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ സ്റ്റേറ്റ് ഇലക്ഷൻ ആയാലും ശരി, അതിൽ കോണ്ടസ്റ്റ് ചെയ്യുന്ന പാർട്ടികളുടെ ലീഡർഷിപ്പ് വളരെ കൃത്യമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിയില്ലെങ്കിൽ അവർക്ക് അടിതെറ്റുമെന്നുള്ള കാര്യം ഇതിൽ നിന്നുകൂടെ നമുക്ക് കോൺഗ്രസിന്റെ ഉദാഹരണം വെച്ച് നമുക്ക് പറയാനും മനസ്സിലാക്കാൻ പറ്റും. ബീഹാറിന്റെ പൊളിറ്റിക്സ് നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റ് പൊളിറ്റിക്സ് ഉള്ളത് ബീഹാർ പൊളിറ്റിക്സിലാണ്. ബീഹാർ, യു പി ഇതുപോലുള്ള പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ കാസ്റ്റ് പൊളിറ്റിക്സിന്റെ ഈറ്റിലാണ്. അപ്പോൾ അതിന്റെ കാസ്റ്റ് സ്ട്രക്ചർ അവിടെ ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺഗ്രസ് ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ അവർ പരാജയപ്പെട്ടത് വലിയൊരു തിരിച്ചടിയായ കോൺഗ്രസിനെ എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു കോൺഗ്രസിന്റെ പരാജയത്തിന്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കോൺഗ്രസിന്റെ ലീഡേഴ്സിൽ തന്നെ നല്ലൊരു വിഭാഗവും അവർ സമ്മതിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ ടോപ്പ് ലീഡർഷിപ്പ്, അതായത് പ്രത്യേകിച്ച് അവർ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. മല്ലികാർജുന ഖാർഗെ. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ ബീഹാറിന്റെ തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള രാഷ്ട്രീയ പൾസിനെ മനസ്സിലാക്കാതെ, ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതെ, അവർക്ക് മുമ്പ് നേരിട്ട അതേ പരാജയത്തിന്റെ കാരണങ്ങൾ തന്നെ വീണ്ടും തുടർന്ന് ഇപ്രാവശ്യവും ആ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്
മറ്റൊരു രണ്ടാമത്തെ പ്രധാന കാരണമായിട്ട് കിടക്കുന്നത്. അപ്പം പാർട്ടി ഇതിനകത്ത് നിന്നും പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നും എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഉണ്ടായ പരാജയം അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പരാജയങ്ങളുടെയൊക്കെ കാരണങ്ങൾ പഠിക്കുകയും അതിനകത്തിൽ നിന്ന് പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള ഒരു പരാജയം, ശരിക്കും പറഞ്ഞാൽ ലീഡർഷിപ്പിൻ്റെ പരാജയം തന്നെയാണല്ലോ. എപ്പോഴും ഇലക്ഷൻ തോക്കുക ജയിക്കുക എന്നൊക്കെ ഉള്ളത് ലീഡർഷിപ്പിൻ്റെ പരാജയവും ലീഡർഷിപ്പിൻ്റെ വിജയമൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അവരുടെ കഴിവുകളും കഴിവില്ലായ്മയൊക്കെ തന്നെയാണ് വോട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അവരുടെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ബി ജെ പിയുടെ ആയാലും ശരി, ഈ ബി ജെ പിയുടെ ലീഡർഷിപ്പ് അത്രയ്ക്ക് കണിശമായിട്ട് അവർ കൃത്യമായിട്ട് അവരുടെ എന്താണ് പറയുന്നത് ചീട്ടുകൾ ഇറക്കിയത് കൊണ്ടും അല്ലെങ്കിൽ ചുവടുകൾ വെച്ചതുകൊണ്ടുമാണ് തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. മറിച്ച് കോൺഗ്രസിന് അത് സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് ഒരു വലിയൊരു അകൽച്ച ഉണ്ടാകുകയും ജനങ്ങൾ കോൺഗ്രസ്സിൽ വീണ്ടും അവരുടെ വിശ്വാസം അർപ്പിക്കാതെ ഈ പറഞ്ഞ ബി ജെ പിക്കും നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും ഒക്കെ തന്നെ ഒരു വോട്ട് ചെയ്ത് അവരെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ബീഹാറിലെ പരാജയം പുതുതൊന്നുമല്ല. ഇതൊരു പുതിയ റെക്കോർഡാണെന്ന് മാത്രമേ ഉള്ളൂ. സീറ്റിൽ ഒത്തിരി റിഡക്ഷൻ ഉണ്ട്, വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവുണ്ട്. ഈ പറഞ്ഞ അലയൻസിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞ ഈ നമ്മുടെ ആർ ജെ ഡിയുമായിട്ടുള്ള അലയൻസിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം കോൺഗ്രസ് എപ്പോഴും ഈ കുളി കുളിച്ചില്ലെങ്കിലും മറ്റേത് വരപ്പുറത്തു നിന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി പിന്നെ ദുർബലപ്പെട്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക കൊടികെട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള രീതിയിലാണ് ഇമേജ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ വലിയേട്ടൻ നയമൊക്കെ തന്നെ അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള റീജിയണൽ അലയൻസിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റു പാർട്ടികൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സാധനം മറ്റു പാർട്ടികൾക്കായിരിക്കും, ഈ പറഞ്ഞ അവരുടെ അലയൻസിൽ ഏർപ്പെടുന്ന മറ്റു പാർട്ടികൾക്കായിരിക്കും. അപ്പോൾ അത് ആ പാർട്ടികളിൽ അത് കൂടുതൽ അതൃപ്തി ഉണ്ടാക്കുകയും അത് ഇലക്ഷൻ സമയത്ത് അവർ തീർച്ചയായിട്ടും അതിനുള്ള പണി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊളിറ്റിക്കൽ അനലിസ്റ്റ് പറയുന്നത് ഈ ബീഹാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷൻ, നമുക്കറിയാം ഓർഗനൈസേഷണൽ സംഘടനാപരമായിട്ടുള്ള ബലമില്ലെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ആളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇലക്ഷൻ നടത്തും ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ CPM-ൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനാ ബലമാണ്. ഓൾ ഇന്ത്യ ബേസിൽ കോൺഗ്രസിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനാ ബലമാണ്. കാരണം കേഡർ നേച്ചറുള്ള ഈ പാർട്ടിയിലൊക്കെ തന്നെ ഗ്രാസ് റൂട്ടിലൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും. കോൺഗ്രസിന് അങ്ങനെയുള്ള സംഘടനാ ബലമില്ല. അതുതന്നെയല്ല ബീഹാറിൽ അവർ അവരുടെ സംഘടന എന്ന് പറഞ്ഞാൽ വളരെ ഇനാക്റ്റീവാണ്. ഇലക്ഷൻ സമയത്ത് മാത്രം ഒന്ന് പൊടി തട്ടിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പഞ്ചായത്ത് മുതൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഏറ്റവും താഴെത്തട്ടിൽ മുതൽ ഡിസ്ട്രിക്ട് ലെവലിലേക്കും ഒക്കെ തന്നെ വളരെ കണിശമായിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ അവിടെ ആളില്ല, ഓർഗനൈസേഷൻ ഇല്ല, അതിനെ ലീഡ് ചെയ്യാൻ ആളില്ല. എല്ലാവർക്കും ലീഡേഴ്സ് ആകണം, എല്ലാവർക്കും എന്താണ് പറയുന്നത് സ്ഥാനമാനങ്ങൾ വേണം എന്നുള്ളൊരു അവസ്ഥയാണ് കോൺഗ്രസ്സിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലായിടത്തും ഉള്ളത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഒരു ദശാബ്ദക്കാലമായിട്ട് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിമുടി സർവത്ര പ്രശ്നമാണ്. ലീഡർഷിപ്പിൻ്റെ ടോപ്പിലുള്ള ലീഡർഷിപ്പിൻ്റെ പ്രശ്നം മുതൽ താഴെത്തട്ടിലുള്ള പ്രശ്നം വരെ ഹൈറാർക്കിയിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ലീഡേഴ്സിൽ വിശ്വാസമില്ല. കാരണം ഇത്രയും തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡർഷിപ്പിൽ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കും തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ആയാലും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ആയാലും അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചപ്പാടുകളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം ആൾക്കാർക്കും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ അറിയാവുന്ന ജനങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും അറിവിലും അവർക്ക് ഈ പറഞ്ഞ ലീഡേഴ്സ് അവരെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നൊക്കെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ അവരിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന്, കാരണം സീരീസ് ഓഫ് ഡിഫീറ്റ്സ് ആണ് പല സംസ്ഥാനങ്ങളിലും രാജ്യത്തുടനീളം കാര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള വിജയവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാന്ധി ഫാമിലിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ജനങ്ങൾക്ക് നല്ല കൃത്യമായിട്ടുള്ള തിരിച്ചറിവുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും കൂടുതൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കാതെ, ലീഡർഷിപ്പിൽ വിശ്വസിക്കാതെ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ലീഡർഷിപ്പിലുള്ള വലിയൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ പുതിയ മുഖങ്ങളെ ഒന്നും പരീക്ഷിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് പരാജയം നേരിടാനുള്ള വലിയൊരു കാരണമായിട്ട് തന്നെ നിലനിൽക്കും. പ്രത്യേകിച്ച് ബീഹാർ പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏത് ഇലക്ഷൻ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിയില്ലെങ്കിൽ, കാരണം അവിടെ കാസ്റ്റ് സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആണ്, കാസ്റ്റ് പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ ഡിപ്ലോയ് ചെയ്യുക, കാൻഡിഡേറ്റ്സിനെ ഡിപ്ലോയ് ചെയ്യുക, ഓരോ റീജിയൻ്റെയും ഓരോ ലൊക്കാലിറ്റിയുടെയും പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ട് പരിഗണനാ വിഷയമായില്ലെങ്കിൽ പരാജയം ഏറ്റുവാങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഈ ഇലക്ഷനോടുകൂടി കോൺഗ്രസ് അത് വീണ്ടും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നാലാമത്തെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ RJD ആണ് അവരുടെ അലയൻസ് പാർട്ട്ണർ. അപ്പോൾ ആ പാർട്ട്ണറായിട്ടുള്ള വലിയൊരു വിഷയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ഈ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ്, കോൺഗ്രസിൻ്റെ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് RJDക്ക് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ RJD പറയുന്നത് കോൺഗ്രസ് ഒരു സഖ്യകക്ഷി എന്നതിലുപരി വലിയൊരു ബേർഡനാണ് എന്നാണ് RJD പറയുന്നത്. സീറ്റ് ഷെയറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പിടിവാശി, കാരണം RJDക്ക് ഭയങ്കര കോൺഗ്രസിനേക്കാൾ കൂടുതൽ സംഘടനാപരവും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സ്വാധീനമൊക്കെ ഒത്തിരി ലൊക്കാലിറ്റിയിലും റീജിയനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നിട്ട് കോൺഗ്രസിൻ്റെ താല്പര്യവും സൗകര്യം അനുസരിച്ച് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സീറ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ടിക്കറ്റ് കോൺഗ്രസിന് കിട്ടണം അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ള പിടിവാശികളൊക്കെ തന്നെ RJDയുമായിട്ടുള്ള അലയൻസിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കോൺഗ്രസിൻ്റെ ശരിക്കുള്ള കപ്പാസിറ്റിയെക്കാളിലും കൂടുതലായിട്ട് കോൺഗ്രസിൻ്റെ ഡിമാൻഡ് എപ്പോഴും മുമ്പിലാണ്. അപ്പോൾ ഇതാണ് 2015-ലും 2020-ലും ഇപ്പോൾ ഈ 2025-ലൊക്കെ കോൺഗ്രസിൻ്റെ വോട്ട് റേറ്റ് അല്ലെങ്കിൽ വിൻ റേറ്റ് കുറയാനുള്ള കാരണം നമുക്കറിയാം, ഇപ്പം ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അലയൻസിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി കോംപ്രമൈസുകൾ കാണും. കാരണം ഒരു പാർട്ടിക്ക് ചില റീജിയനിൽ സ്ട്രെങ്ത് കാണും, അവിടെ അവർക്ക് പ്രാധാന്യം കൊടുക്കുക. മറ്റൊരു റീജിയനിൽ രണ്ടാമത്തെ പാർട്ടിക്കായിരിക്കും സ്ട്രെങ്ത്, അവിടെ ആ പാർട്ടിക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കോംപ്രമൈസുകളും ട്രേഡ് ഓഫുകളും ഒക്കെ തന്നെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അലയൻസ് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതിനു പകരം കോൺഗ്രസ് ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് വേണമെന്ന് ശാഠ്യം പിടിക്കുകയും, അല്ലെങ്കിൽ RJDക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള സ്ഥലത്ത് അവിടെയും കോൺഗ്രസിന് സീറ്റ് വേണമെന്ന് ശാഠ്യം പിടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ഇവർ തമ്മിലുള്ള അലയൻസിലൊക്കെ തന്നെ ഒത്തിരിയുള്ള RJDയെ സംബന്ധിച്ച് വലിയ അതൃപ്തികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജനങ്ങളെ നമുക്ക് അവരുടെ ടെൻഡൻസി അവസാന നിമിഷം അവർ ഏത് രീതിയിൽ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ ആക്ട് ചെയ്യും റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് വൺ സൈഡായിട്ടുള്ള വോട്ട് ബാങ്ക് എല്ലാം വൺ സൈഡ് ആയിരുന്നു. കാരണം RJDയുടെ വോട്ടെല്ലാം കോൺഗ്രസിന് പോയിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടൊന്നും RJDക്ക് ചെയ്തതായിട്ടുള്ളൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അറിവോ ഒന്നും ഇതുവരെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് അലയൻസിലെ മറ്റു പാർട്ടികൾ പറയുന്നത് കോൺഗ്രസ് കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. അവരിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നാഷണൽ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് ഈ ശബ്ദം ഉണ്ടാക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവരുമായിട്ടുള്ള അലയൻസ്, കാരണം അലയൻസ് ഇപ്പം
കോൺഗ്രസുമായിട്ട് തന്നെ ആർ ജെ ഡിക്ക് വേണമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുമായിട്ട് അലയൻസ് ഇപ്പോൾ ബി ജെ പി ആയിട്ടോ അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടോ അലയൻസിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള ഓപ്ഷനിൽ കോൺഗ്രസ് മാത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബേർഡൻ ആർ ജെ ഡി അതുപോലുള്ള മറ്റു പാർട്ടികളുടെ അടുത്ത് തലയ്ക്ക് തോളത്ത് വെച്ചു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കാര്യമായിട്ടുള്ള മെച്ചവും നേട്ടവും ഈ ഇലക്ഷൻ ഉണ്ടാക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ അതും മറ്റൊരു കാരണമാണ്. പിന്നെ അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് ബീഹാറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ബീഹാറിൻ്റെ ആയിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ബീഹാറിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സിനെ മനസ്സിലാക്കാതെ എലക്ഷനെ ഫേസ് ചെയ്ത് നാഷണൽ ഇഷ്യൂസ് മാത്രം എടുത്ത് ക്യാമ്പയിനിൽ കൊണ്ടുവന്നിട്ട് മോഡി ഗവൺമെൻറ്റിനെയൊക്കെ തന്നെ വിമർശിക്കുകയും അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്ത് അവർ ക്യാമ്പയിനിൻ്റെ ആയുധങ്ങളാക്കി കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന്, അതായത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരൊക്കെ തന്നെ ഉപയോഗിച്ചതുകൊണ്ടാണ് തീർച്ചയായിട്ടും ലോക്കൽ പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ലോക്കൽ പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യാതെ അവർ ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടാണ് ബീഹാറിൽ വലിയൊരു ഇലക്ടറൽ ഫെയിലുവർ അല്ലെങ്കിൽ ഒരു വലിയൊരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് മറ്റൊരു നിഗമനം. അതായത് നമ്മൾ പറഞ്ഞു, വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ, അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഒക്കെ തന്നെ. അപ്പം അതുകൊണ്ട് അതിനകത്തിൽ വളരെ എന്താണ് പറയുന്നത്, നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കോൺഗ്രസിൻ്റെ 2025 ബീഹാർ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടി നിന്നത്. അപ്പോൾ ഇത്രയൊക്കെ പരാജയം ഉണ്ടായിട്ടും കോൺഗ്രസ് അതിൽ നിന്നൊരു പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ആർ ജെ ഡിയെ സംബന്ധിച്ച്, ബി ജെ പിയെ സംബന്ധിച്ച്, ജെ ഡി യു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കേഡർ സ്വഭാവമുള്ള പാർട്ടിയായതുകൊണ്ട് കോൺഗ്രസിനെ ഈ പറഞ്ഞ കേഡർ സ്വഭാവമുള്ള പാർട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്നുമില്ല. അത് എല്ലായിടത്തും വളരെ വീക്കാണ്. അതുകൊണ്ട് ബീഹാറിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും, കേരളത്തിലെയും സ്ഥിതി അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു വലിയൊരു എന്താണ് പറയുന്നത്, അവർക്കൊരു ചലഞ്ചാണ്. വെറും ലീഡേഴ്സ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവരിപ്പോഴും അവരുടെ അപ്രമാദിത്യം കാണിക്കാൻ വേണ്ടി ഉള്ള ചില ഗിമിക്സുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേ പാർട്ടിയെ ശക്തിപ്പെടുത്താനോ പാർട്ടിയുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഓർഗനൈസേഷൻ ശക്തിപ്പെടുത്താനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഒരു സംസ്ഥാനത്ത് ഒരു ലീഡേഴ്സിൻ്റെ ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം. അപ്പം ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക, ലോക്കൽ പൊളിറ്റീഷ്യൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇത് നാഷണൽ പൊളിറ്റിക്സ് അല്ല, ഇത് ലോക്കൽ പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് പൊളിറ്റിക്സ് വരുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക, സ്റ്റേറ്റിലെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത് ഇത് മറിച്ചാണ്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ബീഹാറിൽ നിന്നല്ല, ബീഹാറിന് വെളിയിലുള്ള ആൾക്കാരാണ് ബീഹാറിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആണ്. എല്ലാവർക്കും രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും രാഷ്ട്രീയം അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം അറിയാവുന്ന ജനങ്ങളോട് ഈ പറഞ്ഞ ഗിമിക്സും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വിലപ്പോകില്ല എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഇത്രയും ഈ കോൺസിക്യൂട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള പരാജയങ്ങളിൽ കൂടെ അവരൊന്നും പഠിച്ചില്ല. അവർക്ക് തീർച്ചയായിട്ടും അതിന് യാതൊരു താല്പര്യമില്ല. അവരുടെ ടോപ്പ് ലീഡേഴ്സിൻ്റെ കുറേ എന്താണ് ഷോ ഓഫ് മാത്രം കാണിക്കാനുള്ള വേദിയായിട്ട് അവരുടെ ക്യാമ്പയിൻസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്ന ജനങ്ങൾ പോലും അവരിൽ നിന്ന് അകന്ന് മാറി അവരുടെ വോട്ടിനകത്തിൽ ഒത്തിരി എന്താണ് പറയുന്നത് കുറവുണ്ടായതും അവർക്ക് സീറ്റ് ഒത്തിരി പിന്നെ ലഭിക്കാതെ വന്നതും എന്നുള്ള ആണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാരണങ്ങളിലൊന്നാണ്. ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റിൻ്റെയും റീജിയണൽ പൊളിറ്റിക്സ് അവർക്ക് സ്വന്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആ സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇപ്പം ബീഹാറിനെ സംബന്ധിച്ച് ഇപ്പോൾ യു പി ഒക്കെ സംബന്ധിച്ച് നല്ല കാസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ ആ കാസ്റ്റ് പൊളിറ്റിക്സും അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ലോക്കൽ പൊളിറ്റിക്സും ഒക്കെ തന്നെ പരിഗണനാ വിഷയമാക്കാതെ അവിടെ ഏതൊരു പാർട്ടി ഇലക്ഷന് നേരിട്ട് കഴിഞ്ഞാലും ഇതുപോലുള്ള എന്താണ് പറയുന്നത് ഈ വൻ പരാജയം അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ ബലമില്ല,
എല്ലാവരും ലീഡേഴ്സാണ്. ലീഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ വളരെ ഗ്രൗണ്ട് റിയാലിറ്റീസിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും അവർ ആൾക്കാരെ സംഘടിപ്പിച്ച് കൂടുതൽ എന്താണ് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനോ എത്തിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ ഇല്ല എന്നുള്ളത് കോൺഗ്രസിനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ബീഹാറിലെ ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ ഉപേക്ഷിച്ചതും ഒരു രീതിയിലുള്ള പരിഗണന കൊടുക്കാത്തതും. അതുകൊണ്ട് കോൺഗ്രസിന് വൻ പരാജയം ബീഹാറിൽ വീണ്ടും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ പരാജയമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അവർ ഇനിയും മാറി ചിന്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ പിക്ചറിൽ കാണുന്ന അവസ്ഥ തീർച്ചയായിട്ടും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നേരിടേണ്ടി വരും എന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല. അത് നാഷണൽ പൊളിറ്റിക്കൽ ലെവലിലായാലും ശരി, റീജിയണൽ പൊളിറ്റിക്സ്, സ്റ്റേറ്റ് വൈസ് പൊളിറ്റിക്സിലായാലും ശരി, ഇത് തന്നെ ആയിരിക്കും. സമാനമായിട്ടുള്ള എന്താണ് പറയുന്നത് റിസൾട്ടുകളായിരിക്കും മറ്റ് പലയിടത്തും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ വലിയൊരു രാജ്യമാണ്. ജനങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട് ലീഡേഴ്സിൽ, പാർട്ടികളിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മീറ്റ് ചെയ്യാൻ കഴിയാത്ത പൊളിറ്റിക്കൽ പാർട്ടികളെയും രാഷ്ട്രീയ നേതൃത്വത്തിനെയൊക്കെ ജനങ്ങൾ തിരസ്കരിക്കും, ജനങ്ങൾ ഒഴിവാക്കും, ജനങ്ങൾ തൂത്തുവാരി നിലത്തടിക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല എന്നുള്ളത് ബീഹാറിലെ കോൺഗ്രസിൻ്റെ ഈ വൻ പരാജയത്തോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കോൺഗ്രസിൻ്റെ ബീഹാറിലെ എന്താണ് പറയുന്നത് ഈ അട്ടർ ഡിഫീറ്റിനെ കുറിച്ച് നമുക്ക് പൊതുവേ പറയാൻ പറ്റുന്ന 5 കാരണങ്ങൾ ഇതാണ്. അപ്പോൾ ഇത് കൃത്യമാണെന്ന് നിർബന്ധമൊന്നുമില്ല. പൂർണ്ണമായിട്ടും മറ്റ് ചിലതൊക്കെ ശരിയായിരിക്കാം, ചില കാര്യങ്ങൾ ഇതിനകത്തിൽ ഉൾപ്പെടുത്താത്തതുണ്ടായിരിക്കാം. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത് പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് ഇല്ലായ്മയാണ്. ലീഡർഷിപ്പിൻ്റെ അനാസ്ഥ പല രീതിയിലും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ആ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ലോക്കൽ പൊളിറ്റിക്സിൻ്റെ പൾസ് അറിയാതെ അവർ തീർച്ചയായിട്ടും ക്യാമ്പയിനെ ഫേസ് ചെയ്യുന്നതുകൊണ്ടുള്ള വലിയൊരു വിഷയം തന്നെയാണ്. അതുതന്നെയല്ല, കോൺഗ്രസ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു റിവൈവൽ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു പുനർജന്മം കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത പാൻ ഇന്ത്യയിലില്ല. ഇങ്ങനെ ചെറുതായിട്ടുള്ള മിനിമം പൊളിറ്റിക്സിൽ കൂടെ അവർക്ക് ഒരുപക്ഷെ കുറച്ചുനാളുകൂടി ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നല്ലാതെ മറ്റ് ലക്ഷണങ്ങളൊന്നും നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.